ഇസ്രായേൽ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടി ഉടനുണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഉപദേഷ്ടാവ്. ആയത്തുള്ള അലി ഖമനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ അലി ലാരിജാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലിന് ഉചിതമായ തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് സൈന്യത്തിലും സർക്കാരിലുമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമിന് നൽകിയ അഭിമുഖത്തിലാണ് അലി ലാരിജാനി പ്രത്യാക്രമണ നീക്കത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഇസ്രായേലിനെതിരായ പ്രതിരോധം പുനഃസ്ഥാപിക്കലാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് അദ്ദേഹം പറഞ്ഞു. ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്രായേലിനുള്ള തിരിച്ചടിയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനാകണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും ലാരിജാനി വെളിപ്പെടുത്തി. സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായ തീരുമാനം കൈക്കൊള്ളാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായ വഴികളെക്കുറിച്ചുള്ള ആലോചനയിലാണ് അവർ. ഇറാന്റെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും രഹസ്യാത്മകതയും ആവശ്യമാണെന്നും പറഞ്ഞു. അടുത്തിടെ ലാരിജാനി ലബനാനിലും സിറിയയിലും സന്ദർശനം നടത്തിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി ഖമനയുടെ സന്ദേശങ്ങൾ കൈമാറാൻ പോയതാണ് എന്നായിരുന്നു പ്രതികരണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് സന്ദേശത്തിലുള്ളതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ചും ലാരിജാനി പ്രതികരിച്ചു. മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റഹീസിയുടെ കാലത്തു തന്നെ യുഎസുമായി ചർച്ചകൾ നടന്നിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. രാജ്യത്തിന്റെ താൽപര്യം കൂടി പരിഗണിച്ചാകും ഭാവിയിൽ ഇത്തരം ചർച്ചകൾ നടക്കുക. മുൻപ് ഇറാഖിൽ യുഎസുമായി ചർച്ച നടത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനിലെ സ്ഥിതിഗതികൾ ശാന്തമാകണമെന്നായിരുന്നു ഞങ്ങളുടെ താൽപര്യം. അതുകൊണ്ടാണ് അന്ന് അമേരിക്കയുമായി ചർച്ച നടത്തിയതെന്നും അലി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒക്ടോബർ 26-നായിരുന്നു ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടന്നത്. ഒക്ടോബർ 1-ന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. 100-ലേറെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ കടന്നുകയറിയാണ് വ്യോമാക്രമണം നടത്തിയത്. 2000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും കറാച്ചിലും ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായി സൈനിക താവളങ്ങളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇറാന്റെ ആണവ ഊർജ താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇറാനു വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. എന്നാൽ ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രവും ആളപായ നാശനഷ്ട വിവരങ്ങളും ഇനിയും വ്യക്തമല്ല. ഇറാനെ കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇസ്രായേൽ ധരിച്ചു വച്ചിരിക്കുന്നതെന്നും അതെല്ലാം തിരുത്തി കൊടുക്കണമെന്നും ആക്രമണത്തിനു പിന്നാലെ പരമോന്നത നേതാവ് ഖമനി പ്രഖ്യാപിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി രാജ്യത്തിന്റെ താൽപര്യത്തിന് ഉചിതമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിലൂടെ ഇറാൻ ജനതയും ഇറാൻ യുവതയും ആരാണെന്ന് ശത്രുക്കൾ തിരിച്ചറിയണമെന്നും ആയത്തുള്ള അലി ഖമനി സൂചിപ്പിച്ചിരുന്നു.